ഒരു ചരിത്രം അറിയാവുന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ. അപ്പോൾ ഈ ആ പ്രോസസ്സ് എന്തായിരുന്നു? ഇപ്പോൾ നമ്മൾ ഒരു ക്വിക്കായിട്ട് പറഞ്ഞു, പക്ഷേ യു ആർ സ്റ്റഡിങ് ക്ലാസ് 9 അല്ലേ? അപ്പോൾ എങ്ങനെ തുടങ്ങിയത്? സോ വിച്ച് ഓൾ പ്ലേസസ് യു ഹാഡ് ടു വിസിറ്റ്, അങ്ങനത്തെ സാധനങ്ങൾ, എന്തൊക്കെ ഓഫീസസ്, വെദർ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ കേരള, ഇതൊക്കെയാണ് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉള്ളത്. അതൊന്ന് പറയാമോ? സോ ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങിയ സത്യം പറഞ്ഞാൽ ഐ വാസ് ബോർഡ് വിത്ത് ഹൈസ്കൂൾ. എനിക്ക് ഈ ഇന്ത്യയിലെ വളരെ സ്ലോവും വളരെ എന്താ പറയാ ഒരേ സിസ്റ്റത്തിൽ കൂടെ എപ്പോഴും പോകണം എന്നുള്ളത് എനിക്ക് വളരെ ബോറിംഗ് ആയിരുന്നു. അപ്പം 9ാം ക്ലാസ് ആയപ്പോഴേക്ക് എനിക്ക് ഹൈസ്കൂളിൽ നിന്നും സ്കൂളിൽ നിന്നും പഠിക്കേണ്ടതൊക്കെ ഞാൻ പഠിച്ചു എന്ന് എനിക്കൊരു ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും കോളേജസ് എന്താ പറയാ US GED എന്ന് പറഞ്ഞിട്ടൊരു ഡിഗ്രി ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഹൈസ്കൂൾ തീർത്തു എന്നുള്ള കണക്കാണ്. അപ്പൊ ഞാൻ ആദ്യം അത് നോക്കി. ആ ഓപ്ഷൻസ് ഞാൻ റീസെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ ഈ പെഗ് എന്നുള്ള പ്രോഗ്രാം കണ്ടുപിടിച്ചത്. അപ്പൊ പെഗിൽ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പൊ 13 തൊട്ട് 16 വയസ്സുള്ള പെൺകുട്ടികൾ എന്താ പറയുക ഗിഫ്റ്റഡ് ആയിട്ട് വളരെ അവരുടെ എഡ്യൂക്കേഷൻ ആക്സലറേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ മേരി ബോൾഡൻ യൂണിവേഴ്സിറ്റിന്റെ സാധാരണ അണ്ടർ ഗ്രാജുവേറ്റ്സിന്റെ കൂടെ പഠിക്കാൻ തുടങ്ങും എന്നുള്ള പ്രോഗ്രാമാണ്. അപ്പം അതിന് എനിക്ക് 4 വർഷത്തെ മാർക്ക് ഷീറ്റ്സും എല്ലാം കാണിക്കേണ്ടി വന്നു. ഒളിമ്പിയാഡ് പാർട്ടിസിപ്പേഷൻസ്, കോ കരിക്കുലേഴ്സ്, ഇതൊക്കെ കാണിക്കേണ്ടി വന്നു. പിന്നെ അത് കൂടാണ്ട് SAT ഞാൻ എടുത്തത് ആ സമയത്ത് കൊച്ചിയിലായിരുന്നു. അത് വർഷത്തിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ 12 പ്രാവശ്യത്തോളം അത് ഓഫർ ചെയ്യുന്നുണ്ട്. അത് ഒരു 4 hour എക്സാം ആണ്. അതിന് ബേസിക് മാത്തമാറ്റിക്സും ക്രിട്ടിക്കൽ റീഡിങ്ങും റൈറ്റിംഗും ആണ് അതിന്റെ പ്രധാന റിക്വയർമെന്റ്സ്. ആ പരീക്ഷ എടുത്തു. ഐ ഡിഡ് വെൽ എനഫ് ടു ഗെറ്റ് ഇൻ ടു മേരി ബോൾഡൻ. അവിടുന്ന് പിന്നെ ഉള്ളത് മുഴുവൻ എന്റെ വിസ പ്രോസസ്സിങ്ങും അതൊക്കെയായിരുന്നു. ഇന്ത്യയിലെ ടീച്ചേഴ്സിനോടൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയിട്ട് അവർക്ക് അതുവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ തിരിച്ചു പോയപ്പം എന്റെ ടീച്ചർ ചോദിച്ചു, ഇപ്പം 11ാം ക്ലാസ്സിലാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ സ്കൂളൊക്കെ നിർത്തി, ഇപ്പൊ 2ാം ക്ലാസ് ഡിഗ്രി തീർത്തു, ഡിഗ്രീന്റെ 2ാമത്തെ വർഷം തീർത്തു എന്ന് പറഞ്ഞെടുത്തു. അന്ന് ഞാൻ നല്ല ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, ആർക്കും മനസ്സിലായിട്ടില്ല തോന്നുന്നു. അപ്പം അതായിരുന്നു അതിന്റെയൊക്കെ പ്രൊസീജിയേഴ്സ്. വേറെ എക്സ്പ്ലെയിൻ എനിക്ക് അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ആഡ് ചെയ്യാം. എനിക്ക് നിരഞ്ജന സംസാരിച്ച് നിരഞ്ജന പറഞ്ഞു, എപ്പോഴും ബ്രീഫായിട്ട് സൂചിപ്പിച്ചു. നിരഞ്ജന പറയുന്നത് സ്കൂളിലെ ടെക്സ്റ്റ് ബുക്സുകൾ കിട്ടിക്കഴിയുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് എല്ലാം പഠിച്ചു കഴിയും അല്ലേ? 1 വർഷം എന്തിനാ ക്ലാസ്സിൽ പോയിരിക്കും നിരഞ്ജനയ്ക്ക് മനസ്സിലാകുന്നു. ഇതായിരുന്നു നിരഞ്ജനയുടെ പ്രശ്നം. എനിക്ക് സ്കൂളിൽ നിന്ന് എപ്പോഴും ചീത്ത, ഞാനപ്പം ലൈബ്രറി ബുക്ക് എടുത്തിട്ട് ബുക്ക് ടേബിളിന്റെ താഴെ ഇരുന്ന് വായിക്കുമായിരുന്നു. അതിന് പലപ്പോഴും ചീത്ത കിട്ടാറുണ്ടായിരുന്നു ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെ. 2ാം ക്ലാസ് തൊട്ട് അതിന് ചീത്ത കിട്ടാൻ തുടങ്ങിയത്. 9ാം ക്ലാസ് വരെ ഞാൻ നിർത്തിയിട്ടില്ല. എന്നാലും അതുകൊണ്ടാണ് ഗിഫ്റ്റ് ചൈൽഡ് നമ്മളിൽ നിന്നൊക്കെ വ്യത്യസ്തയാകുന്നത്. അതുകൊണ്ടാണ് നിരഞ്ജൻ. നമ്മൾ 1 വർഷം കൊണ്ട് ടീച്ചേഴ്സ് ഇരുത്തി പഠിപ്പിച്ചും ടീച്ചേഴ്സ് ആയതോടെ നമ്മൾ തനിയെയും ട്യൂഷനും ഒക്കെ വെച്ച് നമ്മൾ 1 വർഷം കൊണ്ട് പഠിച്ചു തീർക്കുന്നത്. നിരഞ്ജൻ ആദ്യത്തെ ആഴ്ച ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും വായിച്ചു തീർക്കുകയാണ്. ആൻഡ് ഷീ നോസ് എവരിതിങ്. ഫിസിക്സും കെമിസ്ട്രി എനിക്ക് അത്ര, ഞാൻ ആക്ച്വലി ഹരിശ്രീയിൽ ICSEന്റെ ഭാഗമായിട്ട് 9ാം ക്ലാസ് തന്നെ സ്ട്രീം മാറാൻ പറ്റുമായിരുന്നു. അപ്പം എന്നോട് എല്ലാരും പറഞ്ഞു സയൻസ് എടുത്തോളാം. ഞാൻ വെറുതെ പോയിട്ട് കോമേഴ്സ് എടുത്തു. അത് കുഴപ്പമൊന്നും ഉണ്ടായില്ല, കാരണം ഞാൻ എക്കണോമിക്സിലാണ് അവസാനം എത്തിയത്. പക്ഷെ ഞാൻ 8ാം ക്ലാസ് വരെ ബയോളജി അടക്കം പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ട്, മാത്സും എല്ലാം. അപ്പോൾ ഇത് ഇനി ഒരു കാര്യം കൂടെ ചോദിക്കണം. ഞാൻ 1-2 ലീഡ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാരണം ബാക്കി പറയാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ പറയാനല്ലോ. അപ്പോൾ ഈ സ്കൂളിന്റെ കാര്യം പറഞ്ഞു. സ്കൂൾ എനിക്ക് ഓർമ്മയുണ്ട്. സ്കൂളിൽ എന്താണ് ചെയ്യാൻ പോകുന്ന കുട്ടി ടീച്ചേഴ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ പേരൻസ് എങ്ങനെയായിരുന്നു എടുത്തത്? ആദ്യം അവർക്ക് മനസ്സിലായില്ല ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഓരോരോ ഓൺലൈൻ ഓരോ സാധനം കാണിക്കും, എനിക്കിത് ചെയ്യണം എന്ന് പറയും. ഞാൻ 9ാം ക്ലാസ്സിൽ ഞാൻ 8ാം ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എനിക്ക് 12ാം ക്ലാസ്സിൽ ഈ ഒരു നോർവേയിൽ ഒരു പ്രത്യേക യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ അപ്പാർട്ട്മെന്റ് ഒക്കെ തപ്പി വെച്ചതാണ്. അപ്പൊ അവര് വിചാരിച്ചു അതുപോലത്തെ എന്തെങ്കിലും ഒരു തൽക്കാലത്ത് ഇതായിരിക്കും, ഇൻട്രസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ച് അവർ കുറച്ചു കാലത്തേക്ക് മാറ്റി വെച്ചു. പിന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി, സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി വന്നപ്പോഴാണ് അവർക്ക് അതിന്റെ ഞാനത് റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലായത്. അവരെപ്പോഴും സപ്പോർട്ടീവ് തന്നെയായിരുന്നു. അമ്മയ്ക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. ഞാൻ ഈ 15 വയസ്സിൽ ഒറ്റയ്ക്ക്, അറ്റ് ദാറ്റ് പോയിന്റ് ഞാനൊരു അത്ര റെസ്പോൺസിബിൾ ആയിട്ട് അമ്മയ്ക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഐ വാസ് ഓൾവേസ് ലൂസിങ്. എന്താ പറയാ, ഞാൻ ടെക്സ്റ്റ് ബുക്ക് കൊണ്ട് കളയും, അല്ലെങ്കിൽ എന്താ പറയാ ലഞ്ച് ബോക്സ് തിരിച്ചുകൊണ്ടല്ല. അതൊക്കെയാണ് അമ്മയ്ക്ക് എന്നെ പറ്റിയിട്ട് ഐഡിയാസ് ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ എന്താ പറയാ, എനിക്കിത് ആബ്സല്യൂട്ട്ലി ചെയ്യണം എന്ന് അമ്മേനോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പം, പിന്നെ ഞങ്ങളുടെ അവിടെ US റിലേറ്റീവ്സ് ഒക്കെ ആ യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ട്,
ഉണ്ട്, അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് അത് ശരിക്കുള്ള പ്രോഗ്രാം ഒക്കെ ആണെന്ന് ഉറപ്പാക്കിയപ്പോഴേക്കും പിന്നെ പേരൻസ് വർ കൺവിൻസ് ദാറ്റ് ഇതെനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്ന്. അമ്മ എപ്പോഴും പറയും, അമ്മ ഞാൻ ഒരു ഫസ്റ്റ് ഇയർ ഡിഗ്രി തീർക്കുന്നവരെ അമ്മ എന്റെ യൂണിഫോം ഒക്കെ എടുത്തു വെച്ച് തിരിച്ച് സ്കൂളിലേക്ക് വരണമെങ്കിൽ. പക്ഷെ അങ്ങനത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം എനിക്ക് എനിക്ക് സോഫ്റ്റ് പ്ലേസ് ടു ഫോൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ളത് കാരണം മാത്രമാണ് എനിക്ക് ഇത്രയും സക്സീഡ് ചെയ്യാൻ പറ്റിയത്. കാരണം എനിക്ക് ഇവിടുന്ന് എനിക്ക് ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഇവിടെ എല്ലാവരും ജഡ്ജ് ചെയ്യും എന്നുള്ള ഒരു ഫീലിംഗ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. കാരണം വേഴ്സ്റ്റ് കേസ് എനിക്ക് എന്റെ പേരൻസ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്റെ ഫാമിലിയും ഫ്രണ്ട്സും എന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. സോ അതൊരു വളരെ ഇമ്പോർട്ടന്റ് സിസ്റ്റമാണ്. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്റെ സക്സസിൽ എപ്പോഴും. നിരഞ്ജനയുടെ കൂടെ പഠിച്ചവരൊക്കെ എപ്പോഴും ഡിഗ്രി ചെയ്യാണല്ലേ ഇപ്പൊ? തേർഡ് ഇയർ ഡിഗ്രി ആണ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ. Finished your masters 1 year ago, right? Last year. Okay, so now open to everyone. നമ്മുടെ ഫ്രണ്ട്സിന് വിട്ടുതരികയാണ് നിരഞ്ജനെ. ഞാൻ കാര്യം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയുന്നത് ചോദിച്ചു. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങളാകാം. Yes. Somebody is trying to speak. Lal sir. Yes, Dr. Santosh. സന്തോഷം. ഞാൻ ഇടയ്ക്കൊന്ന് കോളിൽ പോയി, അതുകൊണ്ട് ലാസ്റ്റ് നിരഞ്ജന പറഞ്ഞ കേട്ടില്ല. എനിക്ക് ഹരിശ്രീ തൃശ്ശൂർകാരിയാന്ന് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി, അതാണ് ചോദിക്കാൻ വന്നത്. ഹരിശ്രീയുടെ നളിനി മിസ് ഒക്കെ നമുക്ക് അറിയുന്നതാണ്. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ അതാണ്. സ്കൂൾ എന്തെങ്കിലും വിധത്തിൽ ഹെൽപ്പ് ചെയ്തിരുന്നോ? അതാണ് ഞാൻ മുഴുവൻ കേട്ടില്ലായിരുന്നു. If you have heard it already, I'm sorry. No, that's okay. അപ്പൊ സ്കൂളിൽ നിന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ അവര് they didn't hurt me, but അവർക്ക് I don't think they understood the program necessarily. അപ്പം അവരൊക്കെ വിചാരിച്ച ഞാൻ US വേറൊരു ഹൈസ്കൂൾ തുടങ്ങാനുള്ള പ്ലാനിലാണെന്നാണ്. എന്റെ 2 ടീച്ചേഴ്സ് എനിക്ക് വളരെ നല്ല റെക്കമെൻഡേഷൻസ് എഴുതി തന്നിരുന്നു. ബട്ട് അതല്ലാണ്ട് they didn't specifically find this program for me or അങ്ങനത്തെ ഒരു ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞാൻ സ്വന്തം കണ്ടുപിടിച്ച് ഞാൻ സ്വന്തം റീസെർച്ച് ചെയ്തെടുത്തത് തന്നെയായിരുന്നു. ഓക്കെ. സോ ഇതിന് ശേഷം സ്കൂളിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കൂളിൽ ഇങ്ങനെ എക്സെപ്ഷണലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഹെൽപ്പ് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ സ്കൂളിലോ യുവർ പ്രീവിയസ് സ്കൂൾ എന്തെങ്കിലും ആക്ഷൻസ് എടുത്തിരുന്നോ? ഞാൻ 2 വർഷം മുമ്പ് ഞാൻ US തിരിച്ചു വന്നപ്പോ ഞാൻ സംസാരിക്കാൻ നോക്കിയിരുന്നു. ബട്ട് വി കുഡ്ന്റ് ഫിഗർ ഔട്ട്, ഒരു ടൈം കിട്ടിയില്ല. ഈ വർഷം ഞാൻ ഫുൾ ടൈം ഉണ്ടായിരുന്നു, പക്ഷെ ഈ വർഷം കോവിഡ് കാരണം അവസാനം ഒന്നും നടന്നില്ല. പക്ഷെ ഞാൻ അന്ന് ലാലൊക്കെ പോസ്റ്റ് ചെയ്തതിനു ശേഷം കുറെ പേര് എന്നെ ഇമെയിൽ റീച്ച് ഔട്ട് ചെയ്തിരുന്നു. ഇപ്പോഴും എന്നോട് റീച്ച് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ എനിക്ക് പറ്റാവുന്നത്ര ഞാൻ ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഐ എം ഓൾവേസ് എന്തെങ്കിലും ആർക്കെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എപ്പോഴും എന്റെ ഇമെയിൽ അവൈലബിൾ ആണ്. അത് ഞാൻ ലാലങ്കളോട് പോസ്റ്റ് ചെയ്യാൻ പറയാം ഒരു പ്രാവശ്യം കൂടെ ആർക്കെങ്കിലും. ഞാൻ ഉദ്ദേശിച്ചത് സ്കൂൾ സൈഡിൽ നിന്നാണ്. സ്കൂളുകാർക്ക് ഇങ്ങനെ കണ്ടിട്ട് ഒരു ഇൻസ്പയർഡ് ആയിട്ട് അവരാരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണ് ചോദിച്ചത്. ഹെൽപ്പ് എന്നുള്ളത് എനിക്കറിയാം. ഇല്ല, not really. ഹലോ. Yes, please. നിരഞ്ജന. നമ്മളിപ്പോ പറഞ്ഞതിന്റെ ഇടയ്ക്ക് പറഞ്ഞു നിരഞ്ജനയുടെ തീസിസ് ഡിമോണിറ്റൈസേഷനും അതിന്റെ സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഇൻ ഇന്ത്യ പറഞ്ഞല്ലോ. അതെ. നിരഞ്ജനയുടെ ഒരു തീസിസ്, അതിന്റെ മേജർ ഫൈൻഡിങ്സ് എന്തൊക്കെയായിരുന്നു? 2 വർഷം എനിക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. ബട്ട് എന്റെ പ്രധാന ഫോക്കസ് ഓഫ് ദ പേപ്പർ വാസ് ലുക്കിംഗ് അറ്റ് ethics of demonetization. If the government is ethical, has an ethical relationship to its people to maintain a currency. അപ്പൊ ഞാല് കറൻസി ഇഷ്യൂ ചെയ്യുന്ന തന്നെ ഗവൺമെന്റിന് അതിന്റെ പീപ്പിളിനോടായിട്ടുള്ള ഒരു എത്തിക്കൽ കമ്മിറ്റ്മെന്റ് ഉണ്ടോന്നായിരുന്നു എന്റെ റിസർച്ചിന്റെ പ്രധാന ഇത്. ഇറ്റ്സ് എ ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യൻ മോർ സോ ദാൻ എനിത്തിങ്. അപ്പം എന്റെ ഫൈൻഡിങ് വാസ് ദാറ്റ് ഒരു ലീഗൽ ടെൻഡർ ഇഷ്യൂ ചെയ്യുമ്പം ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ആണ് ഗവൺമെന്റിന് ആ കറൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ. സോ അത് എക്സ്ചേഞ്ച് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ളതും വളരെ ലൈഫ് ഡിസ്റപ്റ്റ് ചെയ്യാത്ത രീതിയിൽ ചെയ്യണം എന്നായിരുന്നു എന്റെ തീസിസിന്റെ ഫൈൻഡിങ്സ്. അത് ആർക്ക് വേണമെങ്കിലും ഡിസ്പ്രൂവ് ചെയ്യാനും ആർഗ്യൂ ചെയ്യാനും പറ്റും. ബട്ട് അതായിരുന്നു എന്റെ ഫോക്കസ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ. ലൈഫിൽ ഇങ്ങനെ ഇപ്പൊ കൊമേഴ്സ് എടുത്തു എന്ന് പറഞ്ഞു, അതിനുശേഷം യുഎസ് പോയി ചെയ്തു, പിന്നെ ചൈനയിൽ പോയി ചെയ്തു, അതിനുശേഷം ഇപ്പൊ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് പറയുന്നു, പിന്നെ ഡോക്ടർ ഇത് ചെയ്യണമെന്ന് പറയുന്നു. അപ്പൊ ഈ സമയത്തെല്ലാം ഈ ഡിസിഷൻ മേക്കിങ്ങില് പല ഡയമെൻഷനിൽ പോകുന്നത് കൊണ്ട് ആ ഒരു ടൈം എങ്ങനെയാണ്, ഹൗ ഡു യു മാനേജ് ദാറ്റ്? അവസാനം എങ്ങനെയാണ് കൺക്ലൂഷനിൽ എത്തുന്നത്? ഇങ്ങനെ പല ഈ ഒരു ടൈമിൽ തന്നെ പല
ചോയ്സസും ഉണ്ട്, നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം ഉണ്ട്, നമുക്ക് ഇൻട്രസ്റ്റും ഉണ്ട്, ബട്ട് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാനും പറ്റില്ല. ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഡിസിഷനിലേക്ക് എത്തുന്നത്? അത് ഞാൻ എല്ലാ ദിവസവും ഞാൻ ആക്ച്വലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസിഷൻ ആണ്. കാരണം ഞാൻ തുടങ്ങിയപ്പോൾ ഐ വാണ്ടഡ് ടു ബി എ ഡെവലപ്മെന്റൽ എക്കണോമിസ്റ്റ്. പിന്നെ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഡേറ്റയെ പറ്റി ഐ വാസ് വെരി പാഷനറ്റ്, ഡേറ്റ അനാലിസിസ്, ഡേറ്റ സയൻസ്. പിന്നെ ഐ എം ഓൾസോ പാഷനറ്റ് അബൌട്ട് ലോ. എന്റെ തീസിസ് ലീഗൽ ഇംപ്ലിക്കേഷൻസിനെ പറ്റിയിട്ടുമായിരുന്നു. അപ്പം ഞാൻ റിയലൈസ് ചെയ്തിരിക്കുന്നത് I'm capable of a certain skill set. But as long as, and I think that കുറെ കാര്യങ്ങൾ I will be equally happy. അപ്പം എനിക്കിപ്പോ 21 വയസ്സേ ഉള്ളൂ. ഇപ്പൊ ഞാനൊരു തെറ്റായിട്ടുള്ള ഡിസിഷൻ എടുത്താലും ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അപ്പൊ ഞാൻ റൈറ്റ് നൗ എനിക്ക് എടുക്കാൻ പറ്റുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഞാൻ കൈ തുറന്നെടുക്കുകയാണ്. അപ്പം എസ്പെഷ്യലി ഈ വർഷം ഞാൻ ഇവിടെ നാട്ടിൽ വരാൻ പ്ലാനേ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്റെ ലോ ഡിഗ്രി തുടങ്ങേണ്ടതായിരുന്നു. പക്ഷെ ഞാനിവിടെ ഇന്ത്യയിൽ വന്നു. ഞാൻ എപ്പോഴാണ് എന്റെ സ്റ്റാർട്ടപ്പ് ഐഡിയ ആലോചിച്ചത്, ഞാൻ എന്റെ ഒരു കോ ഫൗണ്ടറിന് വർക്ക് ചെയ്യാണ് അതിന്റെ കൂടെ. അപ്പം ഞാൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. സോ ഐ ജസ്റ്റ് ടേക്ക് എവറി ഓപ്പർച്യൂണിറ്റി ആസ് ഐ ഗെറ്റ് ഇറ്റ്. ഒരിക്കലും ഒരു ഓപ്പർച്യൂണിറ്റിയോട് നോ എന്ന് പറയാൻ ഇതുവരെ എനിക്ക് ആവശ്യം വന്നിട്ടില്ല. അത് പലപ്പോഴും ആൾക്കാർ പറയും നോ എന്ന് പറയണം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഐ റിയലി ടേക്കിംഗ് എ ബ്രേക്ക് ദിസ് ഇയർ, കാരണം ആർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ വളരെ മോശമാണ് ഒരു റെസ്റ്റ് എടുക്കാൻ. ബട്ട് അങ്ങനെ ഞാനിപ്പം എനിക്ക് ഇത്ര പ്രായമുള്ളൂ, ഒരു തെറ്റ് വരുത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. സോ എല്ലാം നേരെ എന്താ പറയാ ഹെഡ് ഫസ്റ്റ് എല്ലാത്തിലേക്ക് പോവാന്നാണ് എന്റെ ഫിലോസഫി. ഓക്കെ താങ്ക് യു. ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഈ പറയുന്ന പ്രോസസ്സിന്റെ ഒക്കെ ഭാഗമായിട്ട് ഒത്തിരി ഇന്റർവ്യൂസ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. ആ സമയത്തെല്ലാം ചോദ്യങ്ങൾക്ക് എത്ര നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഈ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് അവിടെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണല്ലോ നടത്തുന്നത്. പക്ഷെ നമ്മൾ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം നമ്മൾ ആൻസർ പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ സത്യം ഇപ്പൊ എന്താ പറയുന്നത്, ചില ചോദ്യങ്ങൾക്ക് നമ്മൾ പറയുന്ന ആൻസറും നമ്മൾ ആക്ച്വലി നമ്മൾ ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാവില്ല. അതെങ്ങനെയാണ്? ഇപ്പൊ തന്നെ ഞാൻ ചോദിക്കുമ്പോൾ മനസ്സിലായോ? എന്റെ ചോദ്യം മനസ്സിലായോ? മനസ്സിലായി. കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് എനിക്ക് അതിന് ശരിയായിട്ടുള്ള ഉത്തരം തരാൻ പറയാൻ പറ്റുമോ അറിയില്ല. നമുക്ക് സോഷ്യലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള, എല്ലാവർക്കും കൺവിൻസിങ് ആയിട്ടുള്ള, വളരെ പറഞ്ഞു കേട്ടുള്ള ഉത്തരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ നമ്മൾ ചോദ്യം ഒരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മുടെ ഐഡിയൽ, നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ വ്യൂസിലെല്ലാം ഒത്തിരി ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ നമുക്കറിയാം അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഇന്റർവ്യൂ കിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? അത് ഞാൻ എപ്പോഴും എന്താ പറയാ എന്റെ ഫ്രണ്ട്സിനോട് ഇന്റർവ്യൂസിന് മുമ്പ് പറയുന്നത്, ബി യുവർ സെൽഫ് ബട്ട് ആസ് മച്ച് as your employer wants you to be. കാരണം എന്താ പറയാ at the end of the day നമ്മളൊരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ there's a power dynamic, and most of the time if you are the interviewee നമ്മുടെ കയ്യിലല്ല ആ പവർ ഡൈനാമിക് ഉള്ളത്. അപ്പം നമ്മള് നേരെ കള്ളങ്ങൾ പറയാണ്ടിരിക്കുക, കാരണം those can be disproved easily. But as much as you can manipulate the truth to be in your advantage for to be able to advance. കാരണം at the end of the day എല്ലാരും അവരുടെ എന്തും അവർ മാക്സിമം അഡ്വാൻറ്റേജസ് ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ അതേ ഇതില് നമ്മള് വളരെ എന്താ പറയാ stretch the truth, don't bend it. അതാണ് നല്ലൊരു ഉത്തരവാണ്. ഞാൻ ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്തിരുന്നതാണ്, എനിക്കറിയാം നമ്മള് എന്തൊക്കെ നമ്മള് എന്താണ് ഇൻഫ്ലേറ്റ് ചെയ്യാനൊക്കെ നോക്കിയാലും പക്ഷെ നമ്മൾ അത് എക്സ്പോസ്ഡ് ആയിപ്പോകും. അതാണ് അത് പലരുടെയും ഞാൻ റിവ്യൂ ചെയ്യാറുണ്ട് ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ട് 100% കള്ളാണെങ്കിൽ അത് റെസ്യൂമേയിൽ വെച്ചിട്ട് കാര്യമില്ല എന്നറിയാം. പക്ഷെ ഇന്റർവ്യൂവിനൊക്കെ നമുക്കതൊരു വലിയ വിഷയമാണ്. അറബ്, എനിക്ക് തോന്നുന്നത് അറബ് നമുക്ക് രണ്ടുപേർക്കും ഒരുപാട് സംസാരിക്കും. ഞാൻ എന്റെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കാണ്. നമുക്ക് ഇന്റർവ്യൂസ് എങ്ങനെ ഫേസ് ചെയ്യണം നമുക്കൊരു സംസാരിക്കാം. വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ എക്കണോമിയിലെല്ലാം പഠിക്കുന്ന ഒരാളായതുകൊണ്ടാണ് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വിൽ കം ബാക്ക് ടു യു. ഹലോ, ശശികുമാറാണ്. Niranjana, anyway, it is really an accomplishing, act, and it is really well done. You have done a wonderful, at least in your educational and academics line, you made it actually a great initiative, and it is all supported by your parents. Very well, it is highly regarded, highly appreciable act.
ഇപ്പോ നിരഞ്ജന പറയുന്നുണ്ടായിരുന്നു ഇതില് എന്താണ് ഒരു സ്റ്റാർട്ടപ്പിനെ പറ്റി സംസാരിച്ചിരുന്നു. ക്യാൻ യു ജസ്റ്റ് ഗിവ് സം ബാക്ക്ഗ്രൗണ്ട്, സം ഐഡിയ അബൌട്ട് വാട്ട് കൈൻഡ് ഓഫ് സ്റ്റാർട്ടപ്പ് ഇറ്റ് ഈസ് ആൻഡ് വാട്ട് എന്താണ്, പിന്നെ ദാറ്റ് വിൽ ബി ബെറ്റർ. യാ, ഞാൻ കുറച്ച് ഇംഗ്ലീഷിലേക്ക് ഡിപ്പ് ചെയ്യേണ്ടി വരും, കാരണം ഇത് എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയാം, പക്ഷെ ടെക്നിക്കൽ ടേംസ് എനിക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. സോ ഇന്ത്യയിൽ എന്താ പറയാ, ഗൈനക്കോളജിക്കൽ കെയർ ഇസ് വെരി വെരി ഹാർഡ് ടു ആക്സസ്. The average Indian woman does not even, ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് ആദ്യമായിട്ട് പോകുന്നത് when she's either considering becoming pregnant or she's becoming pregnant. That is എന്താ പറയാ, അതൊരു ഹ്യൂജ് ഫാലസി ആണ്. തിങ്സ് ലൈക്ക് എന്താ പറയാ, 26 വയസ്സിന് മുമ്പ് എന്താ പറയാ, women need to get the HPV vaccine that prevents them from having a high chance of cervical cancer. Women don't even know about the kind of contraceptive options that there are an offer in India. പലർക്കും എന്താ പറയാ, വളരെ അൺസേഫ് ആയിട്ടുള്ള കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിലേക്കാണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഗവൺമെന്റ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ടെർമിനൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിലേക്കാണ്. And that's not a stopgap, that's a stopgap solution at best to a lot of problems that എന്താ പറയാ ഇന്ത്യൻ ഇതില് ഫേസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ഫോക്കസ് എന്താ വെച്ചാൽ കോൺട്രസെപ്റ്റീവ് മാർക്കറ്റ് വളരെ ഒരു ഡയറക്റ്റ് കൺസ്യൂമർ ആക്കുക. സോ ഞങ്ങളൊരു ടെലിഹെൽത്ത് കം ഓൺലൈൻ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റാർട്ടപ്പ് ആണ് ഞങ്ങളുടെ ഐഡിയ റൈറ്റ് നൗ. So basically ഞങ്ങളൊരു ഗൈനക്കോളജി, we work with a gynecological team. ഞങ്ങൾ അവരെ നന്നായിട്ട് വെറ്റ് ചെയ്യും. And they're well trained in contraceptive technology, they're well trained in what kind of side effects are part of that. അവർ എന്നിട്ട്, so a patient logs in, they input their information, their side എന്താ പറയാ, അവർക്കുള്ള comorbidities, their height, their weight, and then if they're looking for a particular kind of contraceptive, they mark that on there, and then they are matched ഒരു gynecological provider ആയിട്ട് ഞങ്ങൾ അവരെ മാച്ച് ചെയ്യും. എന്നിട്ട് അവര്, because most contraceptives in India are actually over the counter, even though that is not well known. In certain in limited quantities, which is about a month, other it's contraceptives over the counter, but most pharmacists don't know that. Most people accessing these sort of things don't even know that. But the pharmacists will write us a prescription and we ship the contraceptive directly to your house on a monthly subscription basis. So that's our idea right now. It's still being tweaked around with ഞങ്ങൾ ഫണ്ടിങ്ങിന് നോക്കുകയാണ് before we start up a minimum viable product in Kochi. But that's my idea right now. great. നിരഞ്ജന, ഹായ്. ചോദ്യം ചോദിക്കാമോ? ഞാൻ മോളുടെ അതേ പ്രായം, ഇപ്പൊ മോള് ഇപ്പൊ പഠിക്കാൻ പോയപ്പം അതേ സമയത്ത് അത്രയും പ്രായമാണ് എൻ്റെ മകൾക്ക് ഇപ്പോൾ. അപ്പം ഞാൻ എൻ്റെ ഭാര്യയും തമ്മിൽ എപ്പോഴും തർക്കമുണ്ടാകുന്നത്, ഭാര്യയ്ക്ക് എപ്പോഴും മകള് വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് പോയിട്ട് വരണം എന്നുള്ളൊരു ചിന്താഗതിക്കാരിയാണ്. ഞാനാണെങ്കിൽ പുറത്ത് പോയിട്ട് പഠിക്കണം, അപ്പൊ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം എനിക്ക് മോളോട് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത്, മോള് പോയിട്ട് എന്തൊക്കെ പഠിക്കാൻ പറ്റുന്നപ്പം ഒരുപാട് ലാംഗ്വേജസ് പഠിക്കാൻ പറ്റും, ഒരുപാട് ആളുകളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 തരം കൾച്ചേഴ്സ് നമ്മൾ കണ്ടു. ഒന്ന് ചൈനീസും ചൈനയുടെ പുരോഗതിയും അല്ലെങ്കിൽ അമേരിക്കയുടെ പുരോഗതിയും മോൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പം മോളുടെ അഡ്വൈസ് എന്താണ്? ഇപ്പൊ എന്നെ പോലെയുള്ള ഒരു അച്ഛന് തരാനുള്ള അഡ്വൈസ് എന്താണ്? കുട്ടികൾ പുറത്തു പോയി പഠിക്കുന്നത് നല്ലതാണെന്നാണോ? അത് എത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും? അതാണ് എൻ്റെ ചോദ്യം. പിന്നെ രണ്ടാമത് മോൾ ഒരു ചോദ്യത്തിനോട് ഉത്തരം പറയേണ്ടത്, എന്താണ് മോള് ഇപ്പൊ അമേരിക്കയുടെയും ചൈനയുടെയും തമ്മിലുള്ള ആ വ്യത്യസ്ത, അത് മോൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്, അതൊന്നും പറയാമോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് ഞാൻ എന്റെ പല എന്താ പറയാ ഹൈസ്കൂൾ ഫ്രണ്ട്സിന്റെ ഒക്കെ ആയിട്ട് അവരുടെ ലൈഫ്സിലായിട്ട് ഭാഗമായിട്ട് കണ്ടതാണ്. കാരണം അവരുടെ പേരൻസിന് അവരെ വിടാനുള്ള ഇതില്ല. ഫണ്ടമെന്റലി അത് നമ്മുടെ കുട്ടികളോടുള്ള ഒരു ട്രസ്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ കുട്ടികൾ നമ്മുടെ അടുത്ത് തന്നെ ജീവിച്ച് വളർന്ന് എന്താ പറയാ അവരുടെ എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കാനാണെങ്കിൽ ദാറ്റ് ഇസ് എന്താ പറയാ, ഖലീൽ ഗിബ്രാന്റെ ഒരു വളരെ നല്ല കോട്ട് ഉണ്ട്, യുവർ കിഡ്സ് ആർ നോട്ട് യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ ബട്ട് ദേ ആർ ആരോസ് ദാറ്റ് ഫ്ലോ ത്രൂ ദാറ്റ് ഫൈൻഡ് ദെയർ വേ ത്രൂ യുവർ ബോ. അപ്പൊ നമ്മൾ അവർക്ക് മാക്സിമം ഗൈഡൻസ് കൊടുത്തിട്ട് അവരുടെ ജീവിതം ജീവിക്കാനാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ അവരുടെ ജീവിതം അവർക്ക് വേണ്ടിയിട്ട് വൈകാരിയസ്ലി ജീവിക്കാനല്ല. സോ അതാണ് എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനോടുള്ള ആൻസർ. സെക്കൻഡ് ഓഫ് ഓൾ എന്താ പറയാ, ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ഭാഗത്തിനോടുള്ള ആൻസർ, പുറത്തു പോയി പഠിക്കുന്നതിന്റെ ഒരു ഡിഫറൻസ് നമ്മൾ എന്താ പറയാ, നമ്മുടെ നാട്ടിലിരുന്നാൽ നമ്മൾ ഒരിക്കലും പഠിക്കില്ല. ഞാൻ നാട്ടിൽ എന്ന് പറയുന്ന കേരളത്തിൽ തന്നെയാണ്. ഈവൻ നോർത്ത് ഇന്ത്യയിൽ പോയി പഠിക്കുന്നതിന്റെ എക്സ്പീരിയൻസ് ഇത് കേരളത്തിൽ ഇരിക്കുന്ന പോലെയല്ല.
നമ്മൾ പുതിയ കൾച്ചേഴ്സിനോടും പുതിയ ആൾക്കാരോടും മീറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോഴാണ് നമുക്ക് പുതിയ ഐഡിയാസ് കിട്ടുന്ന, വേറെ ലോകത്തിൽ വേറെ ആൾക്കാർക്ക് പെർസ്പെക്റ്റീവ് ഉണ്ടെന്ന് അറിയുന്നത്. ഇതൊന്നും ഇല്ലാണ്ട് നമ്മളെല്ലാരും ലൈക്ക് നമ്മുടെ എക്സ്പാൻഡ്, നമ്മുടെ പെർസ്പെക്റ്റീവ്സ് എക്സ്പാൻഡ് ചെയ്യില്ല, നമ്മുടെ നോളജ് എക്സ്പാൻഡ് ചെയ്യില്ല. അപ്പം ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നമ്മൾ വളരാൻ എന്താ പറയാ, ഞാൻ എന്റെ കോളേജസിൽ പഠിച്ചതിന്റെ കാലൊക്കെ എത്രയോ കൂടുതൽ ഞാൻ ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടാണ് പഠിച്ചിരിക്കുന്നത് കഴിഞ്ഞ 5 വർഷമായിട്ട്. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴി നമ്മൾ വളരെ വീട്ടിൽ നിന്ന് എത്ര ദൂരം പോകാൻ പറ്റും അത്ര ദൂരം പോകാന്നുള്ളതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ മറന്നു, ഒന്നും കൂടെ ചോദിക്കാൻ പറ്റുമോ? ചൈനയും US-ലും ഡിഫറൻസസ്. സോ എനിക്ക് ആക്ച്വലി ചൈനയും ഇന്ത്യയായിട്ടുള്ള ഡിഫറൻസ് ഞാൻ കുറച്ചും കൂടെ പറയാം. ഫണ്ടമെന്റലി ചൈനീസ് എന്താ പറയാ, പേരൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും കൾച്ചറൽ ഡിഫറൻസസ് വളരെ കുറവാണ് ടെക്നിക്കലി സ്പീക്കിംഗ്. നമ്മൾ രണ്ടുപേരും വളരെ എന്താ പറയാ ട്രഡീഷണലി ബൗണ്ട് സൊസൈറ്റീസ് ആണ്. ആൻഡ് US is not like that at all. എന്താ പറയാ, kids are not that close to their parents, kids are not dependent on their parents at all. And പിന്നെയുള്ള ശരിക്കുള്ള ഡിഫറൻസ് പറഞ്ഞാല് പഠിപ്പിന്റെയാണ്. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുന്ന നമ്മുടെ പ്രൊഫസർ പറയുന്നതാണ്, ലൈക്ക് ഇറ്റ്സ് ഗോഡ്സ് വേർഡ്, ഇറ്റ്സ് ദി അൾട്ടിമേറ്റ് ട്രൂത്ത്. അതിനെ നമ്മൾ ചാലഞ്ച് ചെയ്യാൻ പഠിക്കുന്നില്ല. അത് നമ്മൾ സ്കൂൾസ് തൊട്ട് നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുന്നതാണ്. പക്ഷെ US-ൽ ഞാൻ എന്റെ പ്രൊഫസറിനോട് പോയി പറയാണ്, നോ, വാട്ട് യു ജസ്റ്റ് സെഡ് ഇസ് റോങ്, ഇഫ് ആക്ച്വലിയോ ഫിലോസോഫിക്കലിയോ ആണെങ്കിൽ അത് എന്നെ ചാലഞ്ച് ചെയ്യുന്നതിന് പകരം അത് എന്നെ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഞങ്ങളുടെ പേപ്പേഴ്സിൽ ഞങ്ങളോട് എന്താ പറയാ, ഒരിക്കലും വേറെ ആൾക്കാരുടെ ഐഡിയാസ് യൂസ് ചെയ്തത്, ദാറ്റ്സ് ആക്ച്വലി an honor code violation. അത് പ്രൊബേഷനിലേക്ക് വരെ വിടും. യു ആർ നോട്ട് സപ്പോസ് ടു യൂസ് അതർ പീപ്പിൾസ് ഐഡിയാസ്, യു ആർ നോട്ട് സപ്പോസ് ടു കോപ്പി ദെയർ തോട്ട്സ് ആൻഡ് ദെയർ സെന്റൻസസ്. ബാക്കിയുള്ള ആൾക്കാരുടെ ഐഡിയാസ് നമ്മൾ സൈറ്റ് ചെയ്തിട്ട്, നമ്മൾ അവരുടെ ഐഡിയാസ് യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ തന്നെ ഇൻസൈറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷന്റെ ഫോക്കസ്. ആൻഡ് അതാണ് US-ഉം. ചൈനയിൽ ഞാൻ പഠിച്ചത് ഒരു US യൂണിവേഴ്സിറ്റിന്റെ സബ്സിഡിയറി ആയതുകൊണ്ട് അത് US എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യത്യാസം അതായിരുന്നു പ്രധാനമായിട്ട്. മോളെ പറ്റിയിട്ട് ലാൽ സാർ 3 വർഷം മുന്നേ എഴുതി തന്നെ വായിച്ചിട്ടുള്ള തോന്നിയ ആരാധന ഉണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞ റിപ്ലൈയില് കൂടുതൽ മോളോട് റെസ്പെക്ട് തോന്നാ ചെയ്തത്. താങ്ക് യു ഫോർ ഇറ്റ്. Of course, thank you. Hello, Niranjana. Hello. I'm Hima. Hi. Hi. And the question is, if you are becoming the Education Minister of Kerala, എങ്ങനെയാകും കേരളത്തിലെ സാധാരണ സ്കൂളുകളെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്? Wow. Okay. Thank you. That's a good question, I guess. ഞാൻ എപ്പോഴും എന്താ പറയുക, എഡ്യൂക്കേഷനെ പറ്റിയിട്ട് ഞാൻ വളരെ പാഷനറ്റ് ആണ്. ബട്ട് ദിസ് ഇസ് നോട്ട് എ ക്വസ്റ്റ്യൻ ദാറ്റ് ഐ ഹാവ് തോട്ട് ഓഫ്. കാരണം ഞാൻ അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് ആലോചിച്ചിട്ടും കൂടിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്നെ ഇമ്പാക്ട് ചെയ്തിട്ടുള്ള എന്റെ ജീവിതത്തിൽ വായനയാണ്. വായനയില് ഇമ്പോർട്ടൻസ് ഇപ്പോഴും കൊടുക്കുന്നില്ല. ടീച്ചേഴ്സ് എന്താ പറയാ ഇരുത്തിയിട്ട് വായനയിലേക്ക് ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അത് വളരെ വളരെ ചെറിയ പ്രായം തൊട്ടേ കുട്ടികൾക്ക് തുടങ്ങണം. അപ്പൊ പ്രീ സ്കൂളിൽ തൊട്ട് തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് റീഡ് ചെയ്യാനും അതിൽ അവർക്ക് ഇഷ്ടമാവുന്ന തരം ബുക്സ് വായിപ്പിക്കാം. നമ്മള് ഇപ്പം എന്താ പറയാ, ഇപ്പത്തെ കുട്ടികളെ കൊണ്ട് ഓളിവർ ട്വിസ്റ്റോ അതോ ഹക്കിൾബെറി ഫിന്നോ ആദ്യം വായിപ്പിച്ചെങ്കിൽ അവർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ബട്ട് ദർ ആർ സോ മെനി ഗുഡ് ലിറ്ററേച്ചർ ബുക്സ് ദാറ്റ് റീഡിങ്ങിനോട് സ്നേഹം ഉണ്ടാക്കിക്കാൻ പറ്റുന്ന കുറെ ബുക്സ് ഉണ്ട്. അപ്പം ഓരോ കുട്ടികൾക്കും അവരവരുടെ ഇൻട്രസ്റ്റ് റീഡിങ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ വളർത്തുക. പിന്നെ സെക്കൻഡ്, ഇന്റർനെറ്റിനെ ഡീമണൈസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതായിരിക്കും എന്റെ സെക്കൻഡ് പോളിസി. ഇന്റർനെറ്റ് നമ്മളൊരു എന്താ പറയാ ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് മാത്രമാണ് പലരും ഇന്ത്യയിൽ കരുതുന്നത്. പക്ഷെ അതിലേക്കാളും എന്താ പറയാ ഇന്റർനെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമ്മുടെ സുഹൃത്താണ്. നമ്മളത് അതിൽ കൂടെ റീസോഴ്സസും ഇപ്പം ഇന്റർനെറ്റ് കൂടെ പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളില്ല. ഞാനിപ്പോ ഒരു കോഡിംഗ് ലാംഗ്വേജ് ഞാൻ ഇന്റർനെറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പൈത്തോൺ എന്നിട്ട്. അതൊന്നും ഇല്ലാണ്ട് ലൈക്ക് എന്ത് നമുക്ക് പഠിക്കണമെങ്കിലും ഇന്റർനെറ്റിൽ അത് അവൈലബിൾ ആണ്. ആൻഡ് ഓഫൺ അത് വളരെ ഫ്രീ റീസോഴ്സസ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഹൈലി ഇന്റഗ്രേറ്റ് ചെയ്യുക.
കുട്ടികളെ നല്ല ഇന്റർനെറ്റ് യൂസേഴ്സ് ആയിട്ട് പഠിപ്പിക്കുക. കാരണം അവരുടെ ഈ ഫ്യൂച്ചർ ജോബ്സിൽ അവർ ഇന്റർനെറ്റ് തന്നെയാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആണെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന് എല്ലാ കോഡൊന്നും അറിയില്ല. ദേ ഗൂഗിൾ ഇറ്റ് അപ്പ്, ദേ നോ ദ സ്ട്രക്ചർ ഓഫ് ഹൗ ഇറ്റ് വർക്ക്സ്, ദേ നോ ദ സിസ്റ്റം. അതല്ലാണ്ട് ഓരോ സിംഗിൾ പ്രോഗ്രാം അവർക്ക് ഒരിക്കലും ബൈ ഹാർട്ട് ആയിട്ട് അറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു എന്താ പറയുക നോളജ് ബേസ്ഡ് സിസ്റ്റത്തിലേക്ക് പോകാന്നായിരിക്കും എന്റെ മെയിൻ 2 ഐഡിയാസ്. താങ്ക് യു ഫോർ ദ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. Thank you for the reply, and I have one more question. Yes. അത് കുറച്ച് അക്കാഡമിക്കലി ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ COVID-19 വന്നപ്പോൾ ലോക്ക്ഡൌൺ സീസണിൽ എല്ലാ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അത് എഫക്ട് ചെയ്തു ഇൻ എവറി ഡൈവേഴ്സ്. അപ്പം അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത് ഒരുപക്ഷെ സ്ലംലെ ലൈഫിലെ ആയിരിക്കും അത് കുറച്ചുകൂടെ എഫക്ട് ചെയ്തത്. സോ വാട്ട് യു ആർ തിങ്കിങ്, വാട്ട് ആർ ദ സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്സ് ഡ്യൂറിങ് COVID-19 on slums? So I don't think I'm a good person to answer that. കാരണം അതെന്റെ റീസെർച്ച് ഫോക്കസ് അല്ല. ആൻഡ് അത് ആക്ച്വലി ലാലങ്കളായിട്ട് നമ്മളൊരു സെമിനാർ നടത്തിയിരുന്നു സ്ലമ്മിലെ സ്ത്രീകളെ പറ്റിയിട്ട്. അത് ഐ തിങ്ക് അതിന്റെ അകത്ത് കുറെ എക്സ്പെർട്സിനെ കൊണ്ടുവന്നിരുന്നു. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഹാസ് എ മച്ച് ബെറ്റർ ആൻസർ ദാൻ ഐ കൻ എവർ ഗിവ് യു. സോ ഐ എം ഗോയിങ് ടു ഡിഫർ ദാറ്റ് ക്വസ്റ്റ്യൻ. Okay. Yeah, thank you anyway. Of course. ആരുടെയാണ് അടുത്ത ചോദ്യം? ഞാൻ എന്നോട് ചോദിച്ചോട്ടെ. ഞാൻ തൃശ്ശൂരുകാരൻ തന്നെയാണ്. തൃശ്ശൂരിൽ നിരഞ്ജന ഒരു കുട്ടികളെ ട്രെയിൻ ചെയ്യാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുമോ എന്തെങ്കിലും ഒരു കാലത്ത്? Sure. I mean, that would be amazing. എനിക്ക് എനിക്ക് അങ്ങനെ അതിനോട് ഓപ്പോസിഷൻ ഇല്ല. ഈ വർഷം ഒന്നും നടന്നില്ല എന്നുള്ളത് എനിക്ക് ചെറിയ വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ. ബട്ട് അടുത്ത വർഷം ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ absolutely that sounds amazing. ആരെങ്കിലും കൂടെ വർക്ക് Can be another startup, right? അത് സ്റ്റാർട്ടപ്പ് അല്ല, നോൺ പ്രോഫിറ്റ് ആയിട്ട് ചെയ്യാക്ക്. സോ ഇനി എന്താ ആർക്കാ ചോദ്യം ഉള്ളത്? അല്ലെങ്കിൽ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ഹലോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ അപ്രീഷിയേറ്റ് യു. ഞാൻ ആൾമോസ്റ്റ് ഡബിൾ ഏജ് കണ്ടു നിരഞ്ജാണ്. അപ്പോൾ നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ലാൽ സാറ് ഞാൻ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ ദ ഇനിഷ്യേറ്റീവ്. ഓക്കെ, ബേസിക്കലി ഐ ആം എ ടെക്നോളജിസ്റ്റ്. ഓക്കെ, ബാംഗ്ലൂർ. ഇപ്പോൾ ഞാൻ നാട്ടിലുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആക്ച്വലി ഞാൻ കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ്. ഞാൻ 25 വർഷമായിട്ട് പുറത്തായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സംഭവം കേരളത്തിലൊരു സംഭവമാണ് ഈ കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ. അതിൻ്റെ ഒരു ആക്ടിവിറ്റീസ് മനസ്സിലാക്കണം. അതുപോലെ ചില സംഘടനകൾ നടത്തുന്ന മൈക്രോ ഫിനാൻസ് സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് പേഴ്സണൽ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ഫൈനാൻസും ടെക്നോളജിയും തമ്മിലുള്ള റിലേഷൻസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഒരു 5-10 വർഷം മുമ്പ് വരെ ഇന്ത്യയിലൊക്കെ പറയുന്ന എല്ലാവരും പറയുന്നത് ഗ്ലോബലൈസേഷൻ ദാറ്റ് വിൽ ബ്രിങ്സ് ലോട്ട് ഓഫ് ചേഞ്ച് ഇൻ എക്കണോമിക്സ്. ഓക്കെ, പക്ഷെ ഇപ്പോൾ ആൾക്കാർ ഒരു സ്പ്ലിൻഡർ നെറ്റ്, അതായത് ഒരു ഡിവിഷൻ ഓഫ് ഇന്റർനെറ്റ് ഇന്റർനെറ്റ് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നു. അപ്പൊ അതനുസരിച്ച് തന്നെ നോളജ് ലെവലിൽ ഈവൻ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നോളജ് എക്കണോമി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ IT-യിൽ ഒരു APIs എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ എക്സ്പോസ് ചെയ്യും. പക്ഷെ ആ ഡാറ്റ ഓൺ ചെയ്യുന്ന ആൾക്കാർക്കും കൂടുതൽ പവർ എന്ന് പറയും. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ കേരളത്തിലെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നത് സത്യത്തിൽ കേരളത്തിൽ തന്നെയുള്ള ആൾക്കാർ ഇട്ടേക്കുന്ന ഇൻഫർമേഷനാണ്. യൂട്യൂബിലും അല്ലെങ്കിൽ അതുപോലുള്ള ബ്ലോഗിലും ഇതുള്ള കാര്യം. അപ്പോൾ ഇവര് ഈ ടെക്നോളജി കമ്പനികൾ ഒരു ഡൊമിനേഷൻ ഉണ്ടാക്കിയെടുക്കും. കാരണം അവരുടെ കയ്യിലാണ് നോളജ്. അതിന്റെ അതർ സൈഡ് ആക്ച്വലി ദ കൺസ്യൂമർ ഓഫ് ഡാറ്റ അവർ തന്നെയാണ് ആക്ച്വലി ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്? അതായത് ആൾറെഡി ഡാറ്റ അവരുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു കുറേയേറെ, ബട്ട് ടൈം ഈസ് ചേഞ്ചിങ്, തിങ്സ് ആർ ചേഞ്ചിങ്. At one point, consumers will realize, actually, I am giving to them and I am paying and taking back from them. Absolutely. ആ സമയത്ത്
എങ്ങനെയായിരിക്കും? അതായത് എസ്പെഷ്യലി കേരളമൊക്കെ കുറച്ചുകൂടെ ഡിജിറ്റലി അവെയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഒരു ഇമ്പാക്ട് വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ചൈന ആണെങ്കിൽ അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? So this is a question that's very close to my heart. കാരണം ഞാൻ ആക്ച്വലി ആന്റിട്രസ്റ്റും മൊണോപ്പൊളിയാണ് എന്റെ റീസെന്റ് റിസർച്ചിന്റെ ഫോക്കസ്. അപ്പം ആന്റിട്രസ്റ്റ് ബേസിക്കലി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കമ്പനീസിന്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് അപ്പൊ മൊണോപ്പൊളി പവർ, അപ്പൊ എല്ലാവരും കൂടെ ഒറ്റ കമ്പനിയായി മാറുകയാണ്. അപ്പം US-ലാണെങ്കിൽ ഇപ്പൊ ആമസോൺ വലിയൊരു മൊണോപ്പൊളി ആയിട്ട് മാറുകയാണ്, ഇന്റർനെറ്റ് ഷോപ്പിങ്ങിന്റെ വളരെ ഒരു. അപ്പം ആന്റിട്രസ്റ്റ് എന്ന് പറയുന്ന അവരുടെ മൊണോപ്പൊളി പവർ കർബ് ചെയ്യുന്ന ഒരു ലീഗൽ സിസ്റ്റം ആണ് ആന്റിട്രസ്റ്റ്. ഇന്ത്യയിലൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. പക്ഷെ അത് വളരെ ഇനിയിപ്പോ ഈ ഡിജിറ്റൽ ഇറ്റ്സ് ഇൻക്രീസിംഗ്ലി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇതിന്റെ ഫേവറേറ്റ് എനിക്കൊരു ഇതുള്ള വെച്ചാല് വെൻ ദ പ്രോഡക്റ്റ് ഇസ് ഫ്രീ യു ആർ ദ പ്രോഡക്റ്റ്. എന്നാലും നമ്മളൊരു പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നതിന് വേറെ കോസ്റ്റ് ഒന്നുമില്ല. ഇപ്പൊ ഫേസ്ബുക്ക് നമുക്ക് കൺസ്യൂം ചെയ്യുന്നതിന് വേറെ കോസ്റ്റ് ഒന്നുമില്ല. ബട്ട് ഇറ്റ്സ് അറ്റ് ദ കോസ്റ്റ് ഓഫ് യു യുവർ സെൽഫ് സെല്ലിംഗ് യുവർ ഓൺ ഡേറ്റ ടു ഫേസ്ബുക്ക്. And at the end of the day, you're doing it willingly because you're accepting the terms and conditions. But how willingly? Because Facebook in the terms and conditions, I think is 6,000 pages. 6,000 pages of legal reading is not something that anybody can do or understand. This is a complex question. People are becoming complacent about their data. ഞാനിപ്പം ആലോചിക്കും, വെൽ ഫേസ്ബുക്ക് എന്നെ പറ്റി ഫേസ്ബുക്കിന് എല്ലാം അറിയാം, ഇനിയിപ്പം കുറച്ചും കൂടി ഡേറ്റ കൊടുത്തിട്ട് എന്താ വ്യത്യാസം ഉള്ളതെന്നുള്ളത്. And by the point that everybody recognizes how insidious this is, അതായിരിക്കും നമ്മുടെ പോയിന്റ്. ഫേസ്ബുക്ക് knows me better than me. ഞാനൊരു ബുക്കിനെ പറ്റി ആലോചിച്ചിരുന്ന ഫേസ്ബുക്ക് അത് ഓൾറെഡി എനിക്കത് എന്റെ എന്താ പറയാ എനിക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് എനിക്ക് വന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാനൊരു എന്താ പറയാ പുതിയ കണ്ണട മേടിക്കണം എന്ന് ആലോചിച്ച് എനിക്ക് ലെൻസ് കാർഡിന്റെ അഡ്വർടൈസ്മെന്റ് വന്നു കഴിഞ്ഞു. അപ്പൊ ഇത് നമുക്കെതിരെ തന്നെ വെപ്പണായിട്ട് മാറിയിരിക്കുകയാണ്. അത് ഗവൺമെന്റ് റെഗുലേഷൻ അല്ലാണ്ട് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ദർ ഇസ് നോ സൊല്യൂഷൻ ടു ദിസ്. ഇപ്പൊ ഓസ്ട്രേലിയയിൽ അവർ വലിയൊരു റെഗുലേഷൻ കൊണ്ടുവന്നു. ന്യൂസ് ഫേസ്ബുക്കിൽ കാണിക്കുന്ന ന്യൂസിന് ഫേസ്ബുക്കിലും ഗൂഗിളിലും ന്യൂസ് ആർട്ടിക്കിൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഫേസ്ബുക്കും ഗൂഗിളും ന്യൂസ് അവരെ പേ ചെയ്യണം എന്ന്. അത് ഇതുവരെ അവർക്കത് കണ്ടീഷൻ ആയിരുന്നില്ല. അവർക്ക് ഫ്രീ ആയിട്ടുള്ളൊരു മാർക്കറ്റ് പ്ലേസ് ആയിരുന്നു. അപ്പം അതിനെതിരെ ഫേസ്ബുക്ക് വളരെ സ്ട്രോങ് സ്റ്റെപ്സ് എടുത്തു. പക്ഷെ ഗൂഗിള് ദേ സ്റ്റാർട്ടഡ് പേയിങ് ദെയർ വെൻഡേഴ്സ്. അങ്ങനെ ഓസ്ട്രേലിയ ഇൻ ദ ഗ്രാൻഡ് സ്കീം ഓഫ് തിങ്സ് ഇസ് എ വെരി സ്മോൾ കൺട്രി പോപ്പുലേഷൻ വൈസ്. ആൻഡ് ഇന്ത്യയോ ചൈനേനെയുമായിട്ട് ലാർജ് സ്കെയിൽ ഫ്യൂച്ചർ മാർക്കറ്റ് അല്ല അവിടെയൊന്നും. അപ്പം നമ്മുടെ ഗവൺമെന്റ്സിന് ഡിസൈഡ് ചെയ്യണം നമ്മുടെ ഇങ്ങനത്തെ സർവീസസ് കാരണം നമ്മുടെ ആൾക്കാരെ കൺസ്യൂമർ പ്രോഡക്ട്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഇൻഡിവിജ്വലി ഞാൻ ഫേസ്ബുക്ക് വിട്ടതുകൊണ്ട് എനിക്ക് ആകെ ലൂസ് ചെയ്യാൻ പോകുന്നത് എന്റെ കണക്ഷൻസും എന്റെ നെറ്റ്വർക്ക്സും ആണ്. എനിക്ക് ആകെ ഫേസ്ബുക്കിൽ അറിയുന്ന ആൾക്കാരെ മാത്രമേ ഞാൻ ലൂസ് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പം ഇൻഡിവിജ്വൽ സൊല്യൂഷൻസ് ഇല്ല ഇതിന്. ഈവൻ ഇഫ് എന്താ പറയുക ഒരു ലാർജ് സ്കെയിൽ റെക്കഗ്നിഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വെച്ചാൽ ലീഗൽ ആൻഡ് എന്താ പറയുക കമേഴ്ഷ്യൽ റെഗുലേഷൻസും ലിമിറ്റേഷൻസും വരുത്തണം. അതാണ്. വേറെ ചില ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. Of course, uncle. Sorry. That is So you were 15 years അല്ലേ US ൽ ചെന്നപ്പോൾ? അതെ. അതിനെ പറ്റി കഴിഞ്ഞ അവിടെയും ചോദ്യങ്ങളുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ആദ്യത്തെ എക്സ്പീരിയൻസ്? Were you the youngest child? I should say child. No, I was not. My roommate, my first year, 13 വയസ്സുള്ള കുട്ടിയായിരുന്നു. ആള് 17 വയസ്സിൽ കോളേജ് ഗ്രാജുവേറ്റ് ചെയ്തു. ഇപ്പം ആളുടെ മാസ്റ്റേഴ്സ് 19 വയസ്സിൽ എടുത്തു. ആളിപ്പം മേരിലൻഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്റെ കോളേജ് ചേരാനായിട്ട് 15 വയസ്സ് വരെയും കാത്തിരിക്കേണ്ടായിരുന്നു. 13 വയസ്സിൽ ഞാൻ 14 വയസ്സിലെ കണ്ടുപിടിച്ചുള്ളൂ. അത് കാരണം എനിക്ക് 2 വർഷം നഷ്ടപ്പെട്ടില്ല. ഞാൻ കുറച്ചും കൂടെ ഫിലോസോഫിക്കലി എനിക്ക് തോന്നുന്നില്ല 13 വയസ്സിൽ ആർക്കും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. 13 വയസ്സ് ജസ്റ്റ് ടു യങ്. 15 ഐ തിങ്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. എല്ലാവർക്കും 15 ഇയേഴ്സ് കോളേജ് തുടങ്ങുക അതോ 16 ഇയേഴ്സ് കോളേജ് തുടങ്ങുക ഇറ്റ്സ് നോട്ട് എ ഗുഡ് ചോയ്സ് ഫോർ ദം. ഓരോ ആൾക്കാരുടെ പേഴ്സണൽ മെച്യൂരിറ്റിയും പേഴ്സണൽ ഗ്രോത്തും അനുസരിച്ചിട്ടിരിക്കും. കുറച്ചും കൂടെ ഹൗ ഡിഡ് ഐ ഫീൽ, എനിക്കങ്ങനെ ഞാനങ്ങനെ എന്താ പറയാ ഞാൻ ഗ്രോയിങ് അപ്പ് ചെയ്തപ്പോൾ ഞങ്ങൾ കുറെ മൂവ് ചെയ്തിരുന്നു. പൂനെന്ന് പോയി ബോംബെയിലേക്ക് മാറി, ബോംബെയിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് കേരളത്തിലേക്ക് വന്നു, കേരളത്തിൽ നിന്ന് ബോംബെ പോയിട്ട് നടുവിൽ പിന്നെയും കേരളത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ എനിക്ക് അങ്ങനെ ഒരിക്കലും ഒരു ഹോം സിക്നെസ് ഉള്ള കോൺസെപ്റ്റ് അധികം ഉണ്ടായിരുന്നില്ല. എനിക്ക് ആകെ ഹോം സിക്നെസ് വല്ലാണ്ട് തോന്നുന്നത് ഞാൻ തിരിച്ച് നാട്ടിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലാണ്. അപ്പൊ മാത്രമേ എനിക്ക് വീട്ടിൽ പോകാറായി എന്നുള്ള സങ്കടം തോന്നാറുള്ളത്. പക്ഷെ എനിക്ക് ഒരിക്കലും അങ്ങനെ ഹോം സിക്നെസ്സോ അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അഗൈൻ അതൊക്കെ അതിന്റെയൊക്കെ കാരണം എന്ന് വെച്ചാൽ ഐ നോ ദാറ്റ് ഇഫ് ഐ ഫെയിൽ ഐ കൻ കം ബാക്ക് ആൻഡ് ഐ കൻ ഗോ ബാക്ക് ടു ഹൈസ്കൂൾ ആൻഡ് there's no big deal. അത് കാരണമായിരുന്നു എനിക്ക് അങ്ങനെ ഒരിക്കലും